പിതാക്കളോട് പറയാൻ അത്രമാത്രമേ ഉള്ളൂ. ഇന്ന് എൻ്റെ കുഞ്ഞൊന്ന് വീണപ്പോൾ ഉണ്ടായ ഒരു കാരണം അതിൽ ഞാനും ഒരു കാരണക്കാരിയാണ്. ആ ഒരു വടി അവളുടെ കയ്യിൽ കൊടുക്കണം, അവൾ നിർബന്ധിച്ച് കരഞ്ഞപ്പോഴാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ആ നിർബന്ധിച്ച് കരഞ്ഞാലും കൊടുക്കരുതായിരുന്നു. കാരണം എന്താണ്, എനിക്കറിയാം അതുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമെന്ന് അറിയാവുന്ന ഞാൻ അത് ചെയ്തു. അപ്പോൾ അത് ആദ്യത്തെ തെറ്റ് എൻ്റേതാണ്. രണ്ടാമതേ ഉള്ള അവൾ വാശി പിടിച്ചൊന്നും ഉള്ളത്. കാരണം അവൾ കുട്ടിയാണ്, അവൾക്കറിയില്ല. അപ്പോൾ അതിൽ നമ്മൾ തെറ്റുമായിട്ട് പറയാൻ പാടില്ല. തെറ്റ് എൻ്റേത് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ മക്കളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും കരുതേണ്ടത്. അവർക്കറിയാത്തത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അറിയാത്ത കാര്യത്തിന് വേണ്ടിയിട്ടും ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വാശി പിടിച്ച് കരഞ്ഞാൽ ഒരിക്കലും നമ്മളത് അംഗീകരിച്ച് കൊടുക്കില്ല. കാരണം നമ്മളത് സമ്മതിച്ച് അംഗീകരിച്ച് കൊടുത്താൽ അതിൻ്റെ ദോഷം അവർക്കുണ്ടാകും. അങ്ങനെ അവർക്കൊരു ദോഷമുണ്ടായാൽ വേദനിക്കുന്നത് നമ്മളാണ്. ഇപ്പം ഞാൻ എന്തോരം സങ്കടപ്പെടുന്നുണ്ടെന്നറിയാമോ, അങ്ങനെ അവളൊന്ന് വീണ് ചുണ്ടൊക്കെ പൊട്ടിയിട്ട്. അപ്പം ആ വേദന നമ്മൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ. അങ്ങനെ ഞാൻ കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു. പിന്നെ ഒരുപക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ ഇതിലും നമുക്ക് പറയാം, അത്രയല്ലേ വന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിലും വലുത് വരാനിരുന്നതാണ്, അല്ലെങ്കിൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, വരും, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ കാരണം നമ്മളാണെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല, അല്ലേ? ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഞാൻ കാരണമാണ് കുഞ്ഞു വീണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നീട് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാനായിട്ട് മുതിരില്ല. അവരുടെ സേഫായിട്ടിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. അവരുടെ വാശികൾക്കെല്ലാം നമ്മൾ എസ് കൊടുക്കില്ല. അതുപോലെ തന്നെ ആണ് എല്ലാ കുട്ടികളിലും. പ്രായം കുറഞ്ഞ കുട്ടികളാവും വലിയതാവാം, അവരൊരു അറിവെത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് എത്തുന്നിടം വരെയും എല്ലാ രക്ഷിതാക്കളും ഒരു പ്രത്യേക പരിഗണന അവർക്ക് കൊടുക്കണം. തെറ്റ് തെറ്റാണെന്ന് അവരോട് പറയുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അല്ലാതെ അവർ കൂടുതലായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഒന്നും ചെയ്തു കൊടുക്കല്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മളെ മക്കളെ കൂടുതലായിട്ട് വിശ്വസിക്കും എന്നുള്ളതാണ്. വിശ്വസിക്കേണ്ടെന്ന് പറയുന്നില്ല, വിശ്വസിക്കണം, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഈ ടി വിയിലെ ന്യൂസിൽ ഈ മയക്കുമരുന്നായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അവരുടെ അടുത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ലഹരിയായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ അവരതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. കേസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അവിടെ ആ ഓഫീസറിൻ്റെ മുന്നിൽ അച്ഛനും അമ്മയും കുട്ടിയുമായിട്ട് ചെല്ലുകയാണ്, കുട്ടികളുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പം കാര്യം അന്വേഷിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടി 6-ലോ 7-ലോ അങ്ങോട്ട് പഠിക്കുന്നുള്ളൂ. അവൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അവൻ്റെ അച്ഛന് കുറച്ച് കഞ്ചാവ് കിട്ടി. അപ്പോൾ ഈ കുറേ വഴക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി? അപ്പോൾ അവൻ നേരെ പറഞ്ഞ പേരെന്താണെന്ന് പറയാം, അവൻ്റെ ചേട്ടൻ, അവൻ 2-3 വയസ്സ് മുതിർന്നതായിരിക്കും, അവൻ കൊടുത്തിട്ടാണ് ഇവൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതായത് ഒരു വീട്ടിലെ ചേട്ടനും അനിയനും ഇത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർക്കിതറിയാം. ചേട്ടൻ ആർക്ക് കൊടുക്കുന്നു? അനിയന് കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു ബന്ധം. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാവാം കൂടുതൽ ഈ പ്രശ്നങ്ങൾ. പിന്നീട് പലരും നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അബദ്ധത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ ആകാം. വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ളവരൊക്കെ ചേട്ടന്മാരൊക്കെ ആദ്യം അവർ ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ഞങ്ങൾക്കൂടെ തരും. അപ്പോൾ ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഒരു രസം ഒന്ന് വെറുതെ ആണെന്ന് കഴിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നെ അത് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും. ചോദിക്കുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെന്താണ് അഡിക്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ആദ്യമൊക്കെ തരും, പിന്നീട് കൊടുക്കത്തില്ല, പണം ആവശ്യപ്പെടും. അങ്ങനെ പണം സ്വന്തം കയ്യിലില്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്തുനിന്ന് എടുക്കും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകും. അയാൾ പറയുന്നത് അയാൾ മറ്റുള്ളവരെ തല്ലാനൊക്കെ പോയി അതിൽ നിന്നുള്ള ലഭിക്കുന്ന പൈസ വരെ ഉപയോഗിച്ച് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടെന്നും ഇപ്പോൾ അയാൾ അതിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലേ? നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണ്, നമ്മൾ മുതിർന്ന ആളാണ്, നമ്മളെ കണ്ടാണ് ഇളയ ആളുകൾ പഠിക്കേണ്ടത്.
നമ്മൾ ഇനിയത്തെ കാലത്ത് ഇപ്പം ഭയങ്കര പ്രശ്നമായിട്ട് അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ആദ്യം കുറേ ദിവസം ഇതിൻ്റെ പുറകെയായിരിക്കും. നമ്മൾ ഹോട്ടലിലെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഹോട്ടൽ ഫുഡ് കഴിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ കുറേ നാളത്തേക്ക് അങ്ങ് എല്ലാ ഹോട്ടലും ചെക്കിങ് ആയിരിക്കും. പിന്നെ പഴയ രീതിയിലാവും. അത് ആരെയും കുറ്റം പറയുന്നില്ല, അവരവരുടെ സാഹചര്യങ്ങൾ മൂലമാകാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം മായം ചേർക്കൽ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം ഇങ്ങനെ ലഹരിയും മറ്റു കാര്യങ്ങളും ഒക്കെ ലോകമാണ്. നമ്മൾ എത്ര വിശ്വസിച്ചാലും നമ്മൾ അവർക്കറിയാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവരെ ബാഗുകളൊക്കെ പരിശോധിക്കാം. വേറെ ഒന്നും വേണ്ട. എല്ലാ ദിവസവും വരുമ്പോൾ എടാ നീ കൊണ്ടുപോയ വെള്ളം കുടിച്ചോ, അല്ലെങ്കിൽ പാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതൊക്കെ നോക്കാം. അല്ലെങ്കിൽ വെള്ളം വറ്റി ബാഗിലൊക്കെ നനവുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഉണങ്ങാനിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ബാഗ് നോക്കാം. അല്ലെങ്കിൽ പഠിപ്പിക്കാനിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചതിൻ്റെ നോക്കാം, നോട്ട്സൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ബുക്കൊക്കെ നോക്കാം. പലപ്പോഴും അവർക്ക് പോലും മനസ്സിലാവാൻ നമുക്കിത് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ നോക്കും ഞാൻ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്താൽ എൻ്റെ മക്കൾക്ക് എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും, എന്നാലും ഞങ്ങളുടെ ബാഗൊക്കെ ഇങ്ങനെ. കാരണം പരിശോധിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മോശം കാര്യമാണെന്നുള്ള ചിന്ത കുട്ടികൾക്കുണ്ടായാലോ എന്നൊക്കെയുള്ള തോന്നലുകൾ രക്ഷിതാക്കൾക്ക് കാണും. കാരണം അവരെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ തോന്നിയാലോ എന്നൊക്കെ ആയിരിക്കും രക്ഷിതാക്കളുടെ ചിന്താഗതി. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. ഇങ്ങനെയൊക്കെ അവരൊക്കെ അത് മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. ബുക്കൊക്കെ അടുക്കി വയ്ക്കാൻ സഹായിക്കാം. അപ്പോഴൊക്കെ നമുക്കിതൊക്കെ നോക്കാം. അവർക്ക് കൂടുതൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കാതിരിക്കുക, റൂം അടച്ചിട്ട് പഠിക്കാതിരിക്കുക, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കുട്ടികളുടെ പഠിത്തമാണ് വലുത്. അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ ടി വിക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ അവർക്കൊരു റൂം കൊടുത്ത് അവരെ പിടിച്ച് അതിനകത്തിലിരുത്തുക, അവരവിടെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. കുട്ടികളുടെ പഠിത്തത്തിന് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, അതിനൊരു മാറ്റവും ഇല്ല. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. ഈ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർക്ക് ഒന്നിനും സമയം കിട്ടില്ല വൈകുന്നേരം. അതാണ് മറ്റൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് അല്ലേ? ചിലരൊക്കെ ഒരുപാട് താമസിച്ചായിരിക്കും, ടയേർഡായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനൊന്നും സമയം കിട്ടില്ല. അപ്പം വീട്ടിലോ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനൊക്കെ ശ്രമിക്കാവുന്നതാണ്. കാരണം നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെ ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും കഴിവ് പോലിരിക്കും. നമ്മൾ വിചാരിക്കുക നമ്മളുടെ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഒരിക്കലും വഴക്കിലോ ബഹളം കുത്തലോ ഒന്നും കൊണ്ടുപോയി ആരെയും നന്നാക്കാമെന്ന് വിചാരിക്കണ്ട. അതൊക്കെ വാശി കൂട്ടുകയുള്ളൂ. സ്നേഹത്തോട് പറഞ്ഞ് എല്ലാവർക്കും അനുസരിക്കാനേ തോന്നുള്ളൂ. ശരിയല്ലേ?